എല്ലാവർക്കും നമസ്കാരം. ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. മത്തായിയുടെ സുവിശേഷം തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു കടലിൻ്റെ തീരത്ത് പോയി ഇരിക്കുന്നതായിട്ട് കാണാം. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പുരുഷാരം, ഒത്തിരി ജനക്കൂട്ടം യേശുക്രിസ്തുവിനെ കേൾക്കുവാനായിട്ട് അവിടെ വന്നു. ആ സമയത്ത് യേശുക്രിസ്തു ഒരു പടകിൽ കയറിയിരുന്നു. പുരുഷാരമൊക്കെ ഇവിടെ നിന്നും പുറത്തു നിന്നു, അതായത് കരയിൽ നിന്നു. അപ്പോൾ യേശുക്രിസ്തു അവരോട് ഉപമകളിലൂടെ, അതായത് ചെറു കഥകളിലൂടെ അവരോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അവരോട് സംസാരിക്കുന്ന സബ്ജക്റ്റ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സബ്ജക്റ്റാണ് അവരോട് ഉപമകളിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും, ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് നോക്കിക്കഴിയുമ്പോൾ ഒരു 500 പേരെയോ 1000 പേരെയോ പോലും നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മൈക്ക് വേണം, അല്ലേ? മൈക്ക് ഇല്ല എങ്കിൽ എന്താണ്? ഫ്രണ്ടിലിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കേൾക്കുവാനായിട്ട് കഴിയത്തുള്ളൂ, പുറകിലുള്ള ആൾക്കാർക്കൊന്നും കേൾക്കുവാനായിട്ട് കഴിയത്തില്ല, അല്ലേ? ഇന്ന് മൈക്ക് ഉണ്ടെങ്കിൽ സംസാരിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലത്തും യേശുക്രിസ്തു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മൈക്കൊന്നും ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ലല്ലേ? എന്നാൽ അവിടെ വരുന്നവർക്കെല്ലാം യേശുക്രിസ്തു സംസാരിക്കുന്നത് കേൾക്കാം. അതിനുള്ളൊരു തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ പകുതിക്കുന്ന എഴുന്നേറ്റ് പോകുന്നില്ല. കാരണം അവർക്ക് ക്ലിയറാണ് യേശുക്രിസ്തു എന്താണ് സംസാരിക്കുന്നതെന്ന്, അവർക്ക് ക്ലിയറുമാണ്, അവർക്ക് അത് കേൾക്കുവാൻ താല്പര്യവുമാണ്. നമ്മൾക്കറിയാം, ഒരു പ്രസംഗം എന്തെങ്കിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കത് ക്ലിയർ ആകുന്നില്ല എങ്കിൽ, നമ്മൾക്കത് കേൾക്കുന്നില്ല എങ്കിൽ നമ്മളെന്ത് ചെയ്യും? പതുക്കെ അവിടെ നിന്ന് നമ്മൾ എസ്കേപ്പ് അടിക്കും, അല്ലേ? എന്നാൽ ഇവിടെ അങ്ങനെയല്ല. യേശുക്രിസ്തുവിൻ്റെ കൂടത്തിൽ 2-3 ദിവസമൊക്കെ ആൾക്കാരിരുന്ന് യേശുക്രിസ്തുവിനെ കേട്ടുകൊണ്ടേയിരുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 5 അപ്പം കൊണ്ട് 5000 വരെ തീറ്റിപ്പോറ്റൊരു ഒരു കാര്യമൊക്കെ അതിന് മുൻപോട്ട് നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അവിടെയൊക്കെ യേശുക്രിസ്തുവിനോട് കൂടെ 3 ദിവസം ജനം ഇരുന്നു എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ സംസാരം കേൾക്കുവാൻ അത്രയും അവർക്ക് താല്പര്യമാണ്. ആ സംസാരം അത്രയും ക്ലിയറാണ്, അത്രയും അവർക്ക് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് എന്ന സാരം. അപ്പോൾ നമ്മൾ ചോദിക്കും, എപ്പോൾ നമ്മൾക്കതിനകത്ത് നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ്റെ സൗണ്ട് അല്ല, അല്ലേ? ഇന്നത്തെ മനുഷ്യന്മാരുടെ സൗണ്ടിൻ്റെ കാര്യം ഞാൻ കുറച്ച് മുൻപേ സംസാരിച്ചു, മൈക്ക് വേണം. എന്നാൽ യേശുക്രിസ്തുവിന് അങ്ങനെയല്ല. യേശുക്രിസ്തുവിന് മൈക്കിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ സൗണ്ട് അതിഗംഭീരമായിട്ട് ആൾക്കാർക്ക് മുഴുവൻ കേൾക്കുവാനായിട്ട് കഴിയുമായിരുന്നു. അതാണ് നമ്മൾക്ക് സങ്കീർത്തനങ്ങളിൽ കാണുവാൻ കഴിയും. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്ന ശബ്ദം എന്നൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി അടുത്തത് നമ്മളുടെ വെളിപാട് പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ് ദൈവത്തിൻ്റെ ശബ്ദം എന്നുള്ളതും നമ്മൾക്കതിനകത്ത് വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ആ ഒരു ഗംഭീരത, അല്ലേ? ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ആ ഒരു മഹത്വം നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി അവിടെ തന്നെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിരിക്കുകയാണ്. ഈ യേശുക്രിസ്തു ഇവരോട് ഉപമകളിലൂടെയാണ് സംസാരിക്കുന്നത്, അല്ലേ? ഉപമകളിലൂടെ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ എന്താണ്? യേശുക്രിസ്തു ശിഷ്യന്മാരോട് അങ്ങോട്ട് വരുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോട് പറഞ്ഞില്ല, അല്ലേ? നമ്മളിങ്ങനെ ഒരു കൺവെൻഷൻ നടത്താൻ പോവുകയാണെന്നൊന്നും പറഞ്ഞില്ല. അതിനുവേണ്ടി നോട്ടീസ് ബോർഡ് അച്ചടിക്കുകയോ ഫ്ലെക്സ് ഫ്ലെക്സ് പ്രിൻ്റ് ചെയ്ത് വെക്കുകയോ ഒന്നും ചെയ്തില്ല. സൗണ്ട് സിസ്റ്റം ആക്കുകയോ ഒന്നും ചെയ്തില്ല. ഇന്നത്തെ കാലത്ത് ഒരു കൺവെൻഷൻ നടത്തണമെങ്കിലോ ചുമ്മാ ഇരുന്നാൽ ആൾ കൂടുവോ? ഇല്ല, അല്ലേ? എന്തൊക്കെ വേണം? നമ്മൾ ഫ്ലെക്സ് അടിക്കണം, അതുകൂടാതെ എന്താണ്, നമ്മൾ നോട്ടീസുകൾ അച്ചടിക്കണം. എത്രയോ മാസങ്ങൾക്ക് മുൻപ് ഇതിനു വേണ്ടി പ്രയത്നിക്കണം. എന്നാലും ഒരു കൺവെൻഷനൊക്കെ സക്സസ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് അങ്ങനെയല്ലായിരുന്നു. യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത്, യേശുക്രിസ്തു പോകുന്നിടത്ത് ഒരു കൺവെൻഷൻ രൂപപ്പെടുകയാണ്. നമ്മളൊരു കൺവെൻഷൻ രൂപപ്പെടുത്തിയിട്ട് അവിടെ ആളെ കൂട്ടുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? യേശുക്രിസ്തു പോകുന്ന ഇടം ഒരു കൺവെൻഷനായിട്ട് രൂപപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്കൊന്ന് ജസ്റ്റ് നിൽക്കാം. ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇന്ന് നമ്മൾക്കറിയാം, ഒത്തിരി പേരല്ലേ, ഒത്തിരി പേരിങ്ങനെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ ഈ ടൗണുകളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണാം, ഒത്തിരി പ്രായമുള്ള ഒരു അപ്പച്ചൻ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ആൻറ്റിയൊക്കെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ, ചിലരുടെ കയ്യിൽ ഒരു കോളാമ്പി പോലെ ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ടാകും. ഇനി ചിലരുടെ കയ്യിൽ അതുപോലും കാണത്തില്ല. അവരവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തോന്നും, ഇവർ ആരോടാണ് സംസാരിക്കുന്നത്? ആരും അവരെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലേ? ചിലപ്പോൾ ഇവർ തന്നെ ആരും അവരുടെ ചുറ്റും കൂടുന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾക്ക് തോന്നും, അയ്യോ, ഇവരെന്തിനാണ് ഇങ്ങനെ ഈ പരിപാടി ചെയ്യുന്നതെന്നും നമ്മൾക്ക് തോന്നും. എന്നാൽ ഈ വചനഭാഗത്തിൽ നിന്ന് അവരോടാണ് ദൈവം സംസാരിക്കുന്നത്. അവരോട്, അതായത് ഒറ്റയ്ക്ക് ഇങ്ങനെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ഇറങ്ങി തിരിച്ചവരും, ദൈവത്തിനോടുള്ള ആ ഒരു ആത്മാർത്ഥത കൊണ്ടും ദൈവത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്ന ആത്മാർത്ഥത കൊണ്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ കാടും മേടും താണ്ടി നടക്കുന്നവർ നമ്മളുടെ എന്താ പറയുക, ഇന്ത്യക്ക് കേരളത്തിന് വെളിയിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഒത്തിരി സുവിശേഷ വിരോധികളുണ്ട്. അവരുടെയൊക്കെ ഇടയിലൂടെ ഇങ്ങനെ ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ വചനവുമായിട്ട് കയറി നടക്കുന്നവർ, അവരൊക്കെ അവസാനം ചിലരൊക്കെ വീട്ടിലിരുന്ന് വന്ന് കരയുന്നുണ്ടാകും. ദൈവമേ, ഞങ്ങൾ ഇത്രയും നടന്നിട്ട് ഓടി നടന്നിട്ട് ഒരാൾ പോലും ഞങ്ങളെ കേൾക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരാളെ പോലും ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ കഴിയുന്നില്ലല്ലോ, ഒരു 2-3 പേരെങ്കിലും ഞങ്ങൾ സംസാരിക്കുന്നതൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി ഭാരപ്പെടുന്ന ആരൊക്കെയോ ഇത് കേൾക്കുന്നുണ്ട്. അവരോടാണ് ഇന്നത്തെ ഈ വചനത്തിലൂടെ ദൈവത്തിന് സംസാരിക്കാനുള്ളത്. അവരോടൊക്കെ ദൈവം പറയുകയാണ്, എന്താണെന്നറിയാമോ, നിങ്ങളിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ആയില്ലേ, നിങ്ങളിങ്ങനെ നടക്കുക അല്ലേ, എവിടെ എല്ലായിടത്തോടും ഓടി നടക്കുക, പക്ഷെ ഒന്നും കാണുന്നില്ല, ആരെയും കാണുന്നില്ല, ഒറ്റയ്ക്ക് നിൽക്കുക, ഒരു കോമാളിയെപ്പോലെ ഞാൻ ഇങ്ങനെ നിൽക്കുവാണല്ലോ എന്ന് ആരൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. അവരോടൊക്കെ ദൈവത്തിന് ഇന്ന് സംസാരിക്കാനുള്ളത് എന്താണെന്നറിയാമോ, ഇന്നലകളിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, നിങ്ങളെ ആരും കേട്ടിട്ടില്ല, നിങ്ങളുടെ ചുറ്റും ഒരു ആൾക്കൂട്ടവും ഉണ്ടായിരുന്നില്ലേ, എന്നാൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ സ്ഥിതിഗതികളെയൊക്കെ ദൈവം മാറ്റാൻ പോകുക. എന്താണെന്നറിയാമോ, നിങ്ങളുടെ ദൈവത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥത ദൈവം കണക്കിട്ടിട്ടുണ്ട് കേട്ടോ. ദൈവം അവിടെ ആളെ കൂട്ടാൻ പോകുക എന്ന് വെച്ചാൽ നിങ്ങൾ നടക്കുന്ന ഇടങ്ങൾ, നിങ്ങൾ നടക്കുന്ന വിജനമായ സ്ഥലങ്ങൾ ഒരു കൺവെൻഷനായിട്ട് രൂപപ്പെടുവാൻ പോവുകയാണ് എന്ന് ആരോടൊക്കെയോ ദൈവം വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിർത്തണ്ട കേട്ടോ, മടുത്ത് നിർത്തണ്ട, തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അതിനൊക്കെ ഒരു ഉത്തരമുണ്ടാകും. നിങ്ങളെ തേടി ആൾ വരും. അതായത് ഇന്ന് കൺവെൻഷന് വേണ്ടി വലിയ ആൾക്കാരെ ഇറക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞങ്ങളെ ഒന്ന് കേൾക്കുവാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ, അല്ല, നിങ്ങളെ കേൾക്കുവാൻ ആൾ കൂടുന്നൊരു ദിവസം മുൻപിലുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ അവിടെ ഒരു കൺവെൻഷൻ രൂപപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതാണ് ദൈവം ഇന്നത്തെ ഈ വചനത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ്, ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിതക്കാരൻ്റെ ഉപമ പറഞ്ഞല്ലേ, വിതക്കാരൻ ഇങ്ങനെ വിത്ത് വിതച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വിത്ത് വിതച്ചപ്പോൾ അത് പല സ്ഥലത്താണ് വീണത്. ഒന്ന് എവിടെ വീണു, ഒന്ന് വഴി സൈഡിൽ വീണു, ഇനി രണ്ടാമത്തത് എവിടെ വീണു, പാറപ്പുറത്ത് വീണു, ഇനി മൂന്നാമത്തത് വീണത് മുള്ളുകളുടെ ഇടയിൽ വീണു, ഇനി നാലാമത്തത് എന്താണ്, നല്ല നിലത്ത് വീണു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഒന്ന് വഴിയരികിൽ എന്ന് വെച്ചാൽ ചുമ്മാ ഒരു ഉപകാരവും ഇല്ലാത്ത കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്കാണ് എന്ത് വീണിരിക്കുന്നത്, വചനം വീണിരിക്കുന്നത്. അതെന്താണ്, അത് ഇവരിൽ അത് പ്രശ്നം, ആ വചനം അവരിൽ ക്രിയ ചെയ്യാതെ തന്നെ എന്ത് സംഭവിച്ചിരിക്കുകയാണ്, അത് ദുഷ്ടൻ അപ്പം തന്നെ അവരുടെ അടുത്തുനിന്ന് ആ വചനം എടുത്തു കളഞ്ഞു. എന്ന് വെച്ചാൽ ആ വചനം കേട്ടത് അവർക്ക് യാതൊരു ഉപകാരവുമായി തീർന്നില്ല. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവർ പാറപ്പുറം പോലെയാണ്. എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലോട്ട് അവർ വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അതിനെയൊക്കെ സ്വീകരിക്കും. എന്ന് വെച്ചാൽ സന്തോഷത്തോടെ അതിനെ പ്രതികരിക്കും, കൈയടിച്ച് പ്രതികരിക്കും, ഹല്ലേലൂയ പറഞ്ഞ് പ്രതികരിക്കും. പക്ഷേ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്നറിയാവോ, സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഇച്ചിരി ജീവിതത്തിൻ്റെ കഠിനതകളൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ വചനമൊക്കെ എതിലെ പോയി എന്ന് അറിഞ്ഞുകൂടാ, അത് അവിടം കൊണ്ടും തീരും. ഓക്കെ, ഇനി അടുത്തൊരു കൂട്ടരാണ് വചനം വീണ് കഴിഞ്ഞിട്ട് ഇവരോട് മുള്ളുകൾ എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ കുറേ ഞെരുക്കങ്ങൾ, ലോകത്തിൻ്റെ കഷ്ടപ്പാടുകൾ, ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വചനത്തെയൊക്കെ നമ്മളങ്ങ് മാറ്റി നിർത്തും. എന്ന് വെച്ചാൽ ദൈവം നമ്മളോട് സംസാരിച്ച വചനത്തെയൊക്കെ നമ്മളൊരു മൂലയ്ക്കിലോട്ട് അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ ഈ പ്രാരാബ്ദങ്ങളും പേറി നടക്കും. അതല്ല എങ്കിൽ ധനത്തിൻ്റെ ചിന്തകൾ, എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്തകളിലൂടെ നടക്കും. ഇത് വിശ്വാസികളോട് മാത്രമല്ല കേട്ടോ, ഇത് ചില ദൈവദാസന്മാരോടും കൂടി ദൈവം സംസാരിക്കുന്നത്. എന്താണെന്നറിയാവും, ആദ്യം ഇറങ്ങിയപ്പോൾ നല്ല തീഷ്ണതയായിരുന്നല്ലേ, ആദ്യം ദൈവത്തിൻ്റെ വചനമായി തന്നെ ജനത്തോട് സംസാരിക്കും. ഒരു മണിക്കൂർ ഉള്ളെങ്കിൽ അതിൻ്റെ അരമണിക്കൂറും 3/4 മണിക്കൂറും ദൈവത്തിൻ്റെ വചനം തന്നെ സംസാരിക്കും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഒരൊറ്റ വാക്ക് ദൈവത്തിൻ്റെ വചനം സംസാരിക്കും, ബാക്കി എന്താണ്, ബാക്കി ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ പ്രവചനം പറയുമ്പോൾ എന്താണ്, ഒരിക്കലും ദൈവം പറയുന്നതായിരിക്കില്ല. ഇന്നത്തെ പ്രവാചകന്മാർ പലരും ഏറ്റു പറഞ്ഞിരിക്കുകയാണല്ലേ, ഞങ്ങൾ പലപ്പോഴും ബുദ്ധിയിൽ നിന്ന് പ്രവചനം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ BMW ഉള്ള അച്ചായനെ കാണുമ്പോൾ പറയും, അച്ചായ ഇതിൽ കൂടുതലുള്ള വലിയൊരു വാഹനം വരാൻ പോവുകയാണെന്ന് പറയും. ഇനി ഇല്ലാത്തവനോട് പറയും, BMW നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണെന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ലോകത്തെക്കുറിച്ചുള്ള മോഹങ്ങൾ ജനത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടും. അവസാനം ആ ജനവും നശിക്കും. ഈ വചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു വരും. നശിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ദൈവം പറഞ്ഞിരിക്കുകയാണ്, അടുത്തത് എന്താണ്, നല്ല നിലമുണ്ടല്ലേ. നല്ല നിലം എന്ന് പറഞ്ഞാൽ ആ നല്ല നിലത്ത് വിതയ്ക്കുന്നവൻ ആരാണ്, നല്ല വചനം വിതയ്ക്കും. നല്ല വചനം വിതച്ചു കഴിയുമ്പോൾ അതിങ്ങനെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളിൽ അതെന്ത് ചെയ്യും, അത് ക്രിയ ചെയ്ത് കഴിഞ്ഞിട്ട് അത് 100, 30, 60 മേനി ഫലം പുറപ്പെടുവിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, വചനം വായിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കണം. നമ്മൾ ചുമ്മാ പലപ്പോഴും നമ്മൾ വചനം വായിക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒന്നെങ്കിൽ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വചനം വായിക്കും അല്ലേ. അതല്ല എങ്കിലും അടുത്ത് കഴിയുമ്പോൾ വചനം ഇച്ചിരി വായിച്ചിട്ട് ഇങ്ങനെ ഒരു കടമ പോലെ വചനം വായിച്ചിട്ട് നമ്മൾ നിർത്തും. ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യും,
ഉറക്കം വരാനാകുമ്പോൾ വചനം വായിച്ചിട്ട് അപ്പം തന്നെ ഉറക്കം വരും, അത് മടക്കി വെച്ചിട്ട് നമ്മൾ ഉറങ്ങും. അപ്പോൾ അതൊന്നും നമ്മളുടെ ജീവിതത്തിൽ എന്താകത്തില്ല, നമ്മളുടെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യത്തില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരുക്കപ്പെട്ട് ഒരു ഹൃദയമായിട്ട് വേണം നമ്മൾ വചനത്തിന് മുൻപിലിരിക്കാൻ. വചനത്തിന് മുൻപിലിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണം, വചനം എൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ ഇറക്കണം, വചനത്തിൻ്റെ മർമ്മങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി ദാഹത്തോടെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഇരുന്ന് കഴിയുമ്പോൾ ആ വചനം നമ്മളുടെ ഉള്ളിൽ ക്രിയ ചെയ്യും, നമ്മളിൽ അത് രൂപാന്തരം വരുത്തും ആദ്യം, അല്ലേ? നമ്മളിൽ രൂപാന്തരം വരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ചേഞ്ചസ് വേണ്ടുന്നത്, കറക്ഷൻസ് വേണ്ടുന്നതെല്ലാം നമ്മളോട് തന്നെ ഇടപെട്ട് നമ്മളിങ്ങനെ രൂപാന്തരം പ്രാപിച്ച ഒരു വ്യക്തിയായിട്ട്, അതല്ലെങ്കിൽ ഒരു നല്ല വ്യക്തികളായിട്ട് ഇങ്ങനെ അനുനിമിഷം രൂപപ്പെട്ടു വരുവാനായിട്ട് ആ വചനം നമ്മളെ സഹായിക്കുമെന്നുള്ളത് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി അടുത്തത് എന്താണ്, വേറെ ഒരു ഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ നെക്സ്റ്റ് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ് ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം നിലത്ത് വിതച്ച വിത്ത് പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വിത്ത് വിതച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്ന് കിടക്കുന്ന സമയത്ത് രാത്രിയിൽ എന്താണ്, കള വന്നിട്ട് ദുഷ്ടൻ അവിടെ ആ നല്ല വിത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കള വിതച്ചു. അപ്പോൾ കള വിതച്ചപ്പോൾ ഈ കളയും വിത്തും കൂടി ഒന്നിച്ച് വളരുവാണ്. അപ്പോൾ ഇത് വളരുന്ന കണ്ടപ്പോൾ ഈ കള എന്താണ്, ഈ നല്ല വിത്തിൻ്റെ വളർച്ചയെ ഒരു പരിധി വരെയൊക്കെ കുറച്ചൊന്ന് തടയുവാനായിട്ട് ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ദൈവത്തിന് ആ മനുഷ്യൻ്റെ ആ യജമാനൻ്റെ ദൂതന്മാർ അതിൻ്റെ ദാസന്മാർ പറഞ്ഞു, ഞങ്ങൾ ഈ കള പറിച്ചു കളയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, ഈ കള ഇപ്പോൾ പറിക്കണ്ട, ഈ കള പറിക്കുമ്പോൾ അതിൻ്റെ കൂടത്തിൽ എന്താണ്, ആ നല്ല വിത്തും കൂടി ചിലപ്പോൾ പറഞ്ഞു പോകുവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അതിപ്പോൾ പറിക്കണ്ട, അത് രണ്ടും കൂടി ഒന്നിച്ച് വളരട്ടെ, അതായത് ഈ കളയും നല്ല വിത്തും കൂടി ഒന്നിച്ച് വളരട്ടെ, എന്നിട്ട് ലോകാവസാനം വന്നു കഴിയുമ്പോൾ ഇതിനെ ഇങ്ങനെ വേർതിരിക്കും, അതായത് നല്ല ഇതിനെ എന്ത് ചെയ്യും, കെട്ടി ദൈവരാജ്യത്തിന് വേണ്ടി സ്വരുക്കൂട്ടും, ബാക്കിയുള്ളതിനെ കളയായിട്ടുള്ളതിനെ എന്ത് ചെയ്യും, പറിച്ച് ദൂരോട്ട് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് കാണിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. ഈ ലോകത്തിൽ എന്താണ്, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ച് പലതാണല്ലേ, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സഭകൾ ഇങ്ങനെ പല വിധത്തിലുണ്ട് അല്ലേ. നല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ എന്താ പറയുക, ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും അത് ആത്മാർത്ഥതയോടെ സ്വീകരിച്ച് നല്ല രീതിയിൽ വളരുന്ന സഭകളുമുണ്ട്. മറുഭാഗത്ത് എന്തുണ്ട്, ദുരുപദേശത്താൽ തെറ്റിച്ച് കളയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലേ. അപ്പോൾ ഇത് രണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ട് സഭകളും വളരുകയാണ്. അതായത് നല്ല ഉപദേശത്തിൽ വരുന്ന സഭകളും വളരുകയാണ്, ദുരുപദേശകൻ്റെ സഭയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇതും ഇങ്ങനെ ഒപ്പം വളരുന്നതെന്ന് ചോദിക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം അതിനകത്തും കുറച്ച് നല്ലതുണ്ട്, എന്ന് വെച്ചാൽ കുറച്ച് നല്ലതിനെ ഇങ്ങോട്ട് ശേഖരിക്കുവാനായിട്ടുണ്ട്. കാരണം ആ നല്ലതിനെ നമ്മൾ ഇപ്പോൾ എല്ലാത്തിനെയും കൂടെ നശിപ്പിക്കാൻ പോയത്, ആ നല്ലതും കൂടെ അതിൻ്റെ കൂടത്തിൽ നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇന്ന് ഈ ദുരുപദേശകരും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് ദുരുപദേശം പറയുന്ന സഭകൾ വളരുമ്പോൾ അതും സത്യമാണ് എന്ന് കരുതി നമ്മൾ അതിൻ്റെ പുറകെ പോകരുത്. അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഇതാണ്. കാരണം അതിൻ്റെ അകത്ത് ചിലതുണ്ട്, നല്ലതുണ്ട്, എന്ന് വെച്ചാൽ നല്ല വിത്തായിട്ട് വളരുവാൻ ചാൻസ് ഉള്ള കുറച്ചുണ്ട്. അതിനെ ശേഖരിക്കണം. അതിനെ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക, ഈ ചിലരുണ്ടല്ലേ ദുരുപദേശം പറയുന്നവരെ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ എടുത്ത് അതിനെ ഖണ്ഡിക്കുന്നവരുണ്ട്. ചില ദൈവദാസന്മാരുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട്, അതിനെ ഖണ്ഡിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ദുരുപദേശമാണ് എന്ന് ജനത്തിന് വേർതിരിച്ച് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പറയും അവരെന്ത് പറയും, അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണെന്ന് പറയും. പക്ഷെ അത് ക്രിട്ടിസൈസ് അല്ല, അതുവരെയും ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാവോ, ഈ ദുരുപദേശം കേട്ട് വളരുന്ന കുറച്ചെണ്ണമുണ്ട്, നല്ലതായിട്ടുള്ള കുറച്ചെണ്ണമുണ്ട്. അതിനെ നമ്മൾക്ക് ഇങ്ങോട്ട് വേർതിരിക്കണം. അവർ ആ ദുരുപദേശത്തെ അവർക്ക് വേർതിരിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കിയിട്ട് നല്ല ഉപദേശത്തിലോട്ട് അവർ മടങ്ങി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അവരെയും ആക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്, അല്ലാതെ അവരിങ്ങനെ ക്രിട്ടിസൈസേഴ്സ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തേണ്ട. കാരണം ദുരുപദേശം പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കുവാൻ ഒരു കൂട്ടരുള്ളപ്പോഴാണ് എന്താണ് മറ്റവർ പറഞ്ഞത് ദുരുപദേശമാണ് എന്ന് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണ്, നല്ലതും ചീത്തയും ഒക്കെ ഒരുപോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് പറയുകയാണ്, ഒരു മനുഷ്യൻ എന്താണ്, ഇത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു കടലിനകത്തോട്ടൊരു വല ഇറങ്ങിയതുപോലെ, ആ വല പോലെയാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. വല വീശി കഴിയുമ്പോൾ അതിനകത്ത് എല്ലാ മീനും വരുമല്ലേ, നല്ല മീനും ചീത്ത മീനും ഒക്കെ അതിനകത്ത് കയറും. അപ്പോൾ ഈ നല്ലതിനെല്ലാം ശേഖരിച്ചിട്ട് ചീത്തയൊക്കെ പുറത്തോട്ട് കളയും. അത് ഇന്നത്തെ നമ്മളുടെ സഭകളുടെ അവസ്ഥയാണ് കാണിക്കുന്നല്ലേ. ഇന്നത്തെ നമ്മളുടെ സഭകളിലൊക്കെ നമ്മളെല്ലാം ഒത്തിരി പേര് ഇന്ന് നമ്മൾ സ്വർഗത്തിലോട്ട് പോകുമെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളാണെന്നുള്ള പേരിൽ കുറേ പേര് ജീവിക്കുന്നുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ് എന്താണ്, എല്ലാ ക്രിസ്ത്യാനികളും സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. കാരണം ഒരുക്കപ്പെട്ട ചിലത്, നല്ല രീതിയിൽ ജീവിക്കുന്ന ചിലത്, ദൈവത്തിൻ്റെ വചനത്തിനോട് പ്രതികരിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായി ജീവിക്കുന്ന കുറച്ചെണ്ണം മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. കുറച്ചെണ്ണം മാത്രമേ ദൈവത്തിൻ്റെ വരവിൽ എടുക്കപ്പെടത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ഇങ്ങനെ
പെന്തക്കോസ്തുകാരാണ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. കുറേ എണ്ണത്തിനെ തള്ളിക്കളയും, നല്ലതിനെ മാത്രം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ വിളിക്കപ്പെട്ടവരെല്ലാവരും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിളിക്കപ്പെട്ടവർ അനേകരുണ്ടല്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. എന്ന് വെച്ചാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഒന്നും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ഒരുക്കപ്പെട്ട കുറച്ചെണ്ണത്തിന് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചെണ്ണം മാത്രമേ പോകത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഒരു ഗണത്തിലേക്ക് നമ്മൾ പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ നമ്മളൊരു പെന്തക്കോസ്തുകാരത്തി ആയതുകൊണ്ടോ പെന്തക്കോസ്തുകാരനായതുകൊണ്ടോ ആയില്ല. എന്താണ്? നമ്മൾ ആ ഒരു ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ആ വചനത്തിൽ നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമ്മൾക്ക് വേണ്ടിയിട്ട് നിത്യത ലഭിക്കത്തുള്ളൂ എന്നും കൂടെയാണ് ദൈവം ഇന്ന് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.